പാർലമെന്റിൽ പുതുചരിത്രം. പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ലോക്സഭാ സ്പീക്കറുടെ ചെയറിന് സമീപം ചെങ്കോൽ സ്ഥാപിച്ചു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ലളിതവും പ്രൗഢഗംഭീരവുമായിരുന്നു പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ്. രാവിലെ 7:30 പുതിയ മന്ദിരത്തിലേക്ക് എത്തിയ പ്രധാനമന്ത്രി ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. പിന്നീട് ഗണപതി ഹോമം അടക്കമുള്ള പൂജാകർമ്മങ്ങൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പുരോഹിതർ പൂർണ്ണകുംഭം നൽകിയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. ചെങ്കോലിനു മുന്നിൽ പ്രധാനമന്ത്രി നമസ്കരിച്ചു. തിരുവാടുത്തുറൈ പ്രതിനിധി കൈമാറിയ ചെങ്കോൽ ലോക്സഭാ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് സമീപം സ്ഥാപിച്ചു. ലോക്സഭയിൽ നിലവിളക്ക് തെളിയിച്ചു. ഉദ്ഘാടന ഫലകവും പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു. പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായ തൊഴിലാളികളെ ആദരിച്ചു. ശേഷം സർവമത പ്രാർത്ഥനയോടെ ഉദ്ഘാടന ചടങ്ങിന്റെ ആദ്യഘട്ടം സമാപിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് രണ്ടാം ഘട്ട ചടങ്ങുകൾ ആരംഭിച്ചത്. വീർ സാവർക്കറുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ലോക്സഭാ ഹാളിൽ എത്തിയത്. കരഘോഷങ്ങളോടെ ക്ഷണിക്കപ്പെട്ട സദസ് പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെയും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെയും സന്ദേശം രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ചടങ്ങിൽ വായിച്ചു. പുതിയ പാർലമെന്റിനെ കുറിച്ചുള്ള വീഡിയോയും പ്രദർശിപ്പിച്ചു. 75 രൂപ നാണയവും സ്റ്റാമ്പും പുറത്തിറക്കി. अवगत करा दूं कि 75 रुपए का यह स्मारक सिक्का भारत सरकार के कोलकाता टकसाल ने चांदी, तांबा, निकेल एवं जिंक धातुओं के मिश्रण से तैयार किया है. ഇതിനുശേഷമായിരുന്നു പ്രധാനമന്ത്രി സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവർ പങ്കെടുത്തു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും വിധി നിർണ്ണയിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ഇടമാകും പുതിയ പാർലമെന്റ് മന്ദിരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇവിടെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ദാരിദ്ര്യമില്ലാതാക്കാൻ സഹായിക്കും. നാടിന്റെയും ജനങ്ങളുടെയും വികസനമാണ് പ്രചോദനം. കഴിഞ്ഞ 9 വർഷത്തിനിടെ രാജ്യത്ത് 4 കോടി പാവപ്പെട്ട ആളുകൾക്ക് വീടും 11 കോടി ടോയ്ലറ്റുകളും നിർമ്മിച്ചതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വലിയ സംതൃപ്തിയുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आने वाली सदियों को सजाने संवारने वाला है. यहां होने वाला हर निर्णय आने वाली पीढ़ियों को सशक्त करने वाला होगा. यहां होने वाला हर निर्णय भारत के उज्ज्वल भविष्य का आधार बनेगा. गरीब, दलित, पिछड़ा, आदिवासी, दिव्यांग, समाज के हर वंचित परिवार के सशक्तिकरण का, वंचितों को वरीयता का रास्ता यहीं से गुजरता है. इस नए संसद भवन की हर ईंट, हर दीवार, इसका कण कण गरीब के कल्याण के लिए समर्पित है.
ആസാദി കാ അമൃത് കാൽ ആഘോഷിക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ജനാധിപത്യത്തിന് ഒരു പുതിയ പാർലമെന്റ് സമ്മാനിച്ചുവെന്ന് പ്രധാനമന്ത്രി. പുതിയ പാർലമെന്റ് ഒരു കെട്ടിടം മാത്രമല്ല, 140 കോടി ജനങ്ങളുടെ അഭിലാഷത്തിന്റെ പ്രതീകമാണ്. ഇന്ത്യയുടെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് ഇത് ലോകത്തിന് നൽകുന്നത്. സ്വാശ്രയ ഇന്ത്യയുടെ ഉദയത്തിന് ഈ പുതിയ പാർലമെന്റ് സാക്ഷ്യം വഹിക്കും. പുതിയ പാർലമെന്റ് സമുച്ചയം വികസിത ഇന്ത്യ എന്ന പ്രമേയം സാക്ഷാത്കരിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. एक भवन नहीं है, ये 140 करोड़ भारतवासियों की आकांक्षाओं और सपनों का प्रतिबिंब है. ये विश्व को भारत के दृढ़ संकल्प का संदेश देता हमारे लोकतंत्र का मंदिर है. ये नया भवन हमारे स्वतंत्रता सेनानियों के सपनों को साकार करने का माध्यम बनेगा. പുതിയ പാർലമെന്റിന്റെ ആവശ്യമുണ്ടായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും കാലങ്ങളിൽ സീറ്റുകളുടെയും എംപിമാരുടെയും എണ്ണം കൂടും. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണം വഴി 60,000 തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്ററി ജനാധിപത്യത്തിലെ കറുത്ത ദിനമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും ക്ഷണിക്കാത്തത് അവഹേളനമാണ്. ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങളോട് BJPക്ക് ബഹുമാനമില്ലെന്നും വേണുഗോപാൽ പ്രതികരിച്ചു. കോൺഗ്രസ് മാത്രമല്ല, 21 പ്രതിപക്ഷ പാർട്ടികൾ ഈ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ഈ ഉദ്ഘാടനത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും മാറ്റി നിർത്താനുള്ള കാരണങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണം നൽകാൻ BJPക്കോ പ്രധാനമന്ത്രിക്കോ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് കേവലം നിസ്സാരമായ കാര്യമാണോ? നമ്മൾ ബഹുമാനിക്കുന്ന ചില ഭരണഘടനാ മൂല്യങ്ങളും തത്വങ്ങളും ഉണ്ട്. അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടല്ലേ. അപ്പോൾ ഇതിനകത്തുള്ളത് വളരെ വ്യക്തമാണ്. RSS നിയന്ത്രിക്കുന്ന സവർണ വർഗീയ ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് ഈ തീരുമാനം. പുതിയ പാർലമെന്റ് മന്ദിരത്തെ ശവപ്പെട്ടിയുടെ ആകൃതിയോട് ഉപമിച്ച് RJD. ട്വിറ്ററിലൂടെയാണ് RJDയുടെ പരിഹാസം. പുതിയ പാർലമെന്റിന്റെ ചിത്രത്തിനൊപ്പം ശവപ്പെട്ടിയുടെ ചിത്രവും ഉൾപ്പെടുത്തി. എന്താണിതെന്ന ചോദ്യത്തോടെയാണ് RJDയുടെ ട്വീറ്റ്. ചോദ്യത്തിന് മറുപടിയുമായി BJP രംഗത്തെത്തി. RJDയുടെ ഭാവി എന്ത് എന്നതിന്റെ പ്രതീകമാണ് ശവപ്പെട്ടിയെന്നാണ് BJPയുടെ മറുപടി. അതിനിടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്കുള്ള ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധ മാർച്ച് തടഞ്ഞ് ഡൽഹി പോലീസ്. പോലീസ് തീർത്ത ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ വനിതാ താരങ്ങളെയും പുരുഷ താരങ്ങളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സമാധാനമായി നീങ്ങിയ മാർച്ചിനുള്ളിൽ കടന്ന് തങ്ങളെ പോലീസ് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നുവെന്ന് ഗുസ്തി താരങ്ങൾ ആരോപിച്ചു. ये देखिए, यहाँ पे पूरी पुलिस ने पूरी बैरिकेडिंग कर दी और हमारे बहुत सारे लोगों को 1000-2000 लोगों को तो डिटेन कर चुके हैं. चाहे वो हरियाणा में हो, दिल्ली में हो, कहीं पे भी हो, उनके घर पे पुलिस बैठा दी है. और जो लोग बोल रहे हैं ना कि आज ब्रजभूषण के भाई मैं 15 लाख आदमी इकट्ठे कर दूँ, जिस पे आरोप लग रहे हैं, उसको तो ये आज़ादी दे रहे हैं. और यहाँ एक जो ये देश की बेटियां जो न्याय मांग रही है, उनके साथ ये ऐसा व्यवहार कर रहे हैं. और आज लोकतंत्र का तो उद्घाटन कर रहे हैं, लोकतंत्र की हत्या कर रहे हैं देश में. ब्रजभूषण का बयान आया, अभी उन्होंने कहा है कि താരങ്ങളെ കസ്റ്റഡിയിലെടുത്തു നീക്കിയതിന് പിന്നാലെ ജന്തർ മന്ദറിലെ സമരവേദിയിലെ കൂടാരങ്ങളും പോലീസ് പൊളിച്ചു. मुकम्मल पर्याप्त इंतजाम है. इंटायर दिल्ली पुलिस इज ऑन टोज. जो चाहे बॉर्डर हो, चाहे मिड में हो, या कम से कम प्लेस ऑफ फंक्शन नई दिल्ली के आसपास का इलाका हो, तो लगभग पूरी दिल्ली पुलिस जो है वो उसका डिप्लॉयमेंट है. और स्पेसिफिक स्ट्रैटेजिक डिप्लॉयमेंट भी बहुतायत में है. 8-10 हज़ार के करीब हम लोगों ने लगाए हुए हैं, जो स्ट्रैटेजिक लोकेशंस पे ये इंश्योर करने के लिए कि जो ये फंक्शन है इसमें जो कॉल है कि धरना प्रदर्शन का, वो ना होने पाए और ये एक सुरक्षित वातावरण में बिना किसी विघ्न, बिना किसी बाधा के ये संपन्न हो सके. और ये हम लोग
പത്തനംതിട്ടയിൽ അച്ചൻകോവിലാറിൽ കാണാതായ കുട്ടികൾ മരിച്ചു. വെട്ടൂർ സ്വദേശികളായ അഭിലാഷ്, അഭിരാജ് എന്നിവരാണ് മരിച്ചത്. മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി ശശിനാരായണനൊപ്പം ചേരുന്നു. ശശിനാരായണൻ, എന്താണ് ഉണ്ടായത്? കൃഷ്ണനാഥ്, ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇത്തരമൊരു ദാരുണ സംഭവം ഉണ്ടായത്. കുമ്പഴ സ്വദേശികളായ വിദ്യാർത്ഥികൾ അച്ചൻകോലാറ്റിൽ, കോന്നിയിലെ അച്ചൻകോലാറ്റിലെ ഇല്ലത്ത് കടവിൽ എത്തുകയും അവിടെ വെച്ച് കുളിക്കാൻ ഇറങ്ങുകയും ചെയ്തു. ഇവർ ഫുട്ബോൾ കളി കഴിഞ്ഞാണ് ഇവിടെ എത്തിയത്. ഫുട്ബോൾ കളിച്ചതിന് ശേഷം ആറ്റിലിറങ്ങി കുളിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ അഭിരാജും അഭിലാഷും ഒഴുക്കിൽപ്പെട്ട് മരണമടയുന്നത്. ആദ്യം ആറ്റിലിറങ്ങിയത് അഭിരാജാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ അഭിരാജിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അഭിലാഷ് ഇറങ്ങിയത്. ഈ 2 പേരും ഒഴുക്കിൽപ്പെട്ട് കയത്തിൽ അകപ്പെടുകയായിരുന്നു. 2 പേരും മരണപ്പെടുകയാണ് ഉണ്ടായത്. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ 1.5 മണിക്കൂറോളം നടത്തിയ തിരച്ചിലുള്ളവരാണ് 2 പേരുടെയും മൃതദേഹം കിട്ടിയത്. 2 മൃതദേഹങ്ങളും പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഘത്തിൽ 9 പേരാണ് മൊത്തം ഉണ്ടായിരുന്നത്. 9 കുട്ടികളാണ് ഇവിടെ എത്തിയത്. 2 പേർ മാത്രമാണ് പിന്നീട് ഈ ആറ്റിൽ കുളിക്കാൻ ഇറങ്ങുകയും അപകടത്തിൽപ്പെടുകയും ചെയ്തത്. എന്തായാലും വളരെ ആഴമുള്ള ഒരു പ്രദേശമാണ്. തടയണ കെട്ടി തിരിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ സാധാരണ ആളുകൾ കുളിക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ നാട്ടുകാരൊക്കെ പലപ്പോഴും പരാതി പറയുകയും ചെയ്തെങ്കിലും ഇപ്പോൾ സമീപകാലത്തൊക്കെ ഇത്തരത്തിൽ യുവാക്കൾ ഇവിടെ എത്തുകയും കുളിക്കാൻ ഇറങ്ങുകയും ചെയ്യുന്ന ഒരു പതിവായി മാറിയിട്ടുണ്ട് എന്നുള്ളൊരു പരാതി കൂടി നാട്ടുകാർ പറയുന്നു. എന്തായാലും ഈ കുട്ടികൾ 2 പേരും ഇപ്പോൾ മരിച്ചിരിക്കുന്നു. 2 പേര്, ഒരാൾ SLC കഴിഞ്ഞതിന് ശേഷം +1 കാത്തിരിക്കുന്ന ആളാണ്. രണ്ടാമത്തെ ആള് +1 വിദ്യാർത്ഥി കൂടിയാണ്. 2 പേർക്കും 15ഉം 17ഉം വയസ്സാണ്. അഭിരാജിന് 15 വയസ്സും അഭിലാഷിന് 17 വയസ്സുമാണ് ഉണ്ട്. 2 പേരും സഹോദരങ്ങളുടെ മക്കളുമാണ്. കൃഷ്ണരാജ്, അച്ചൻകോവിലാറിൽ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശശിനാരായണൻ. പിടികൊടുക്കാതെ അരിക്കൊമ്പൻ. തമിഴ്നാട് വനം വകുപ്പിന്റെ ദൗത്യസംഘത്തിന് പിടികൊടുക്കാതെ അരിക്കൊമ്പൻ. ഒറ്റയാൻ മേഘമല കടുവാ സങ്കേതത്തിലെ ഉൾവന മേഖലയിലേക്ക് കയറി. ക്ഷീണിതനായതിനാൽ ഉടനെ ജനവാസ മേഖലയിലേക്ക് തിരികെ എത്തില്ലെന്നാണ് വിലയിരുത്തൽ. അരിക്കൊമ്പൻ തിരികെ എത്തിയാൽ മയക്കുവെടിവെക്കാൻ ദൗത്യസംഘം മേഖലയിൽ തുടരുന്നുണ്ട്. ചിന്നക്കനാലിൽ വനം വകുപ്പിനെ വട്ടം കറക്കിയതുപോലെ തന്നെ കമ്പത്തും തമിഴ്നാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ചുറ്റിക്കുകയാണ് അരിക്കൊമ്പൻ. GPS കോളർ സിഗ്നൽ പ്രകാരം മേഘമല കടുവാ സങ്കേതത്തിലാണ് അരിക്കൊമ്പനുള്ളത്. ഇന്നലെ രാത്രി കമ്പത്ത് നിന്നും കമ്പമേട് റോഡിലേക്ക് കയറിയ കൊമ്പൻ പുലർച്ചെ പ്രത്യക്ഷപ്പെട്ടത് നേരെ എതിർദിശയിലുള്ള ചുരുളിപ്പെട്ടി വെള്ളച്ചാട്ടത്തിന്റെ സമീപമാണ്. പിന്നീട് ആനഗജം വഴി കുത്തനാച്ചിയാർ വനമേഖലയിലേക്കും തുടർന്ന് മേഘമല ഭാഗത്തേക്കും ആന കടന്നു. അരിക്കൊമ്പൻ തിരികെ ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. തമിഴ്നാട് വനമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും കമ്പത്തെത്തി. இந்த யானையினால மக்களுக்கு எந்த ஆபத்து வரக்கூடாது ஒன்று. இன்னொன்று அதை பார்த்து அதை பயந்து மக்கள் விரட்ட ஆரம்பிச்சாங்க, கத்தல் கூச்சலிட ஆரம்பிச்சாங்கன்னா அப்புறம் அதில் யானை பயந்து மறுபடியும் மக்களை தாக்க நேரிடும். இது யானைக்கும் பிரச்சனை, மிக முக்கியமாக அங்கே இருக்கிற மக்களுக்கும் பிரச்சனை. அதனால இது ஒரு அமைதியான ஒரு நிலைமையை கொண்டு யானையை நம்ம பிடிக்கிறதுக்காகவோ இல்லை திருப்பி பாதுகாக்கப்பட்ட வனப்பகுதிகளில் விடுறதுக்கு அனைத்து முயற்சியும் எடுத்துக்கொண்டு வருகிறோம். മേഘമല കടുവാ സങ്കേതത്തിലേക്ക് കയറിയ അരിക്കൊമ്പൻ ഉടനെ തിരികെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കുറവാണെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. അരിക്കൊമ്പൻ തിരികെ എത്തിയാൽ മയക്കുവെടി വെക്കുന്നതിനുൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി വനംവകുപ്പ് സജ്ജമാണ്. ന്യൂസ് 18 കമ്പം. തമിഴ്നാട് അരിക്കൊമ്പനെ പിടികൂടി കുങ്കിയാനാക്കട്ടെ എന്ന് MM മണി MLA. ജനവാസ മേഖലയിലെത്തിയ ഉടൻ ആനയെ പിടികൂടാൻ തമിഴ്നാട് ശ്രമം ആരംഭിച്ചത് കേരളത്തിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടു പഠിക്കണം. റേഡിയോ കോളർ പ്രവർത്തിക്കുന്നതാണോ എന്ന് ആർക്കെങ്കിലും അറിയാമോ എന്നും MM മണി ചോദിച്ചു. സിദ്ദിഖ് കൊലക്കേസ് പ്രതി ഷിബിലി 19-ാം തീയതി വന്ന് ഇലക്ട്രിക് കട്ടർ വാങ്ങിയെന്ന് കടയുടമ ഷിജിത്ത് ന്യൂസ് 18നോട്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഓട്ടോറിക്ഷയിൽ ഷിബിലി എത്തിയത്. വാർത്ത പുറത്തു വന്നപ്പോൾ CCTV പരിശോധിച്ചു. കോഴിക്കോട് പാളയത്തിന് സമീപമാണ് കട. സുവി വിശ്വനാഥൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഈ കോഴിക്കോട് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ബ്ലീച്ചിംഗ് പൗഡർ കരാറിൽ നിന്ന് KMSCL നിലവിലുള്ള കമ്പനികളെ ഒഴിവാക്കും. നിലവിലെ സ്റ്റോക്കും വേഗത്തിൽ തിരികെ എടുക്കാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകി. അതേസമയം വിതരണം ചെയ്ത ബ്ലീച്ചിംഗ് പൗഡർ നിശ്ചിത ഗുണനിലവാരം പാലിച്ചിരുന്നുവെന്നാണ് പ്രാഥമിക പരിശോധനാ ഫലം.
10 ദിവസത്തിനിടെ 3 തീപിടുത്തങ്ങൾ, എല്ലാം അർദ്ധരാത്രിയിൽ. ഒരു ജീവൻ പൊലിഞ്ഞു. ഇനിയും തീപിടുത്തത്തിന്റെ കാരണം ഉറപ്പിച്ചു പറയാൻ KMSCL-ന് കഴിഞ്ഞിട്ടില്ല. ബ്ലീച്ചിംഗ് പൗഡർ ഗുണമേന്മയെക്കുറിച്ചാണ് സംശയം. പാർക്കിൻസ് എന്റർപ്രൈസസ്, ബംഗെ ബിഹാരി കെമിക്കൽസ് എന്നീ കമ്പനികളാണ് ബ്ലീച്ചിംഗ് പൗഡർ വിതരണം ചെയ്യുന്നത്. ഇവരുമായുള്ള കരാർ KMSCL റദ്ദാക്കും. ബാക്കി സ്റ്റോക്ക് ഉടൻ തിരികെ എടുക്കണമെന്നും നിർദ്ദേശം നൽകി. അതേസമയം മഴക്കാലം അടുത്തതോടെ ആവശ്യകത കൂടും. ഇത് മുന്നിൽ കണ്ട പ്രാദേശികമായി കൂടുതൽ ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങാനാണ് നീക്കം. ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ബ്ലീച്ചിംഗ് പൗഡറിന്റെ കൂട്ടുകളിൽ പ്രശ്നങ്ങളില്ലെന്ന് കണ്ടെത്തി. അടുത്തയാഴ്ചയോടെ രാസപരിശോധനാ ഫലം വരുമ്പോൾ മാത്രമേ തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകൂ. അതേസമയം മുഴുവൻ സ്റ്റോക്കും തിരിച്ചുകൊടുത്ത് തടിയൂരുമെന്ന KMSCL ഉന്നത ഉദ്യോഗസ്ഥനയച്ച ഓഡിയോ സന്ദേശവും പുറത്തായി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ വലിയ നാശനഷ്ടങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ബാക്കി ഇന്ന് നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച നമ്മുടെ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് വരും. എനിക്ക് തോന്നുന്നു സാറുമായിട്ട് ആലോചിച്ചിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും തിരിച്ച് കൊടുക്കേണ്ടി വരും. ഈ സാധനം ഇനി കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് വയ്യ. ന്യൂസ് 18 തിരുവനന്തപുരം. കായിക വാർത്തകൾ. IPL 16ാം സീസണിൽ ഇന്ന് കലാശ പോരാട്ടം. നിലവിലെ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസ് IPL ചരിത്രത്തിലെ കരുത്തരായ ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. അഹമ്മദാബാദിൽ രാത്രി 7:30 മുതലാണ് മത്സരം. 10ാം തവണയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് IPL ഫൈനൽ കളിക്കുന്നത്. ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച നായകനും ഇന്ത്യയുടെ ഭാവി സൂപ്പർ നായകനും തമ്മിലുള്ള പോരാട്ടമാണ്. ധോണിയുടെ പരിചയസമ്പത്തിന് ഹാർദിക് കരുതി വെക്കുന്ന മറുപടി ഇന്ത്യയുടെ യുവ സെൻസേഷൻ ശുഭ്മാൻ ഗില്ലും. 16ാം സീസണിലെ ഏറ്റവും കരുത്തുറ്റ 2 സംഘങ്ങൾ തന്നെ ഫൈനലിനിറങ്ങുന്നുവെന്നത് ശ്രദ്ധേയം. ലീഗ് ഘട്ടത്തിൽ 1-2 സ്ഥാനങ്ങളിലെത്തിയവർ തന്നെ കലാശപ്പോരിലും. ആദ്യ ക്വാളിഫയറിൽ ഗുജറാത്തിനെ തോൽപ്പിച്ചതാകും ധോണിയുടെ ആത്മവിശ്വാസം. എന്നാൽ ചെപ്പോക്കിലെ റണ്ണില്ല പിച്ചല്ല അഹമ്മദാബാദിൽ. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ആദ്യം ബാറ്റ് ചെയ്തവരുടെ ശരാശരി സ്കോർ 193 1 ലക്ഷം കാണികൾക്ക് മുന്നിൽ സ്വന്തം തട്ടകത്തിൽ ഗുജറാത്ത് ഇറങ്ങുമ്പോൾ ചെന്നൈക്ക് കാര്യങ്ങൾ ടൈറ്റ് ആകും. ശുഭ്മാൻ ഗില്ലിന്റെ ബാറ്റിംഗ് മികവിനൊപ്പം മുഹമ്മദ് ഷമി എന്ന ഇന്ത്യൻ എഞ്ചിനും ഗുജറാത്തിന്റെ കരുത്താണ്. ഓൾറൗണ്ട് മികവിൽ റാഷിദ് ഖാനും. ആദ്യം ബാറ്റ് ചെയ്യുക എന്നതാകും ടോസ് നേടുന്ന ക്യാപ്റ്റന്റെ ലക്ഷ്യം. മഴമേഘങ്ങൾ അഹമ്മദാബാദിനെ വട്ടമിടുന്ന സന്ധ്യയാണ് ഇന്നത്തേത്. എന്നാൽ ആശങ്കയ്ക്ക് വകയില്ല. ആകാശത്തോളം ഉയരെ ആഘോഷവുമായി തിരികെ കയറുന്ന സംഘം ഏതാകുമെന്ന ചോദ്യം മാത്രം ബാക്കി. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5545 രൂപ, പവന് 44,360 രൂപ. വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോ 77,000. പ്ലാറ്റിനം ഗ്രാം 3749. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.